ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനം. ഇവിടെ വിശുദ്ധ യൗസേപ്പിന്റെ ശാന്തവും എന്നാൽ ശക്തവുമായ വിശ്വാസം അവതരിപ്പിക്കുന്നു. മറിയം ഗർഭിണിയാണെന്ന് യൗസേപ്പ് മനസ്സിലാക്കുമ്പോൾ അവൻ വളരെയധികം അസ്വസ്ഥനാകുന്നു. നിയമം അനുസരിച്ച് യൗസേപ്പിന് വേണമെങ്കിൽ അവളെ പരസ്യമായി തുറന്നു കാട്ടാൻ കഴിയുമായിരുന്നു. എന്നാൽ യൗസേപ്പ് ഇവിടെ കരുണയുടെ പ്രതീകമാകുന്നു. അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുവെന്ന് സുവിശേഷം പറയുന്നു. ആശയക്കുഴപ്പത്തിലും വേദനയിലും പോലും ജോസഫ് കരുണയോടും നീതിയോടും കൂടി പ്രവർത്തിക്കുന്നു. അവന്റെ ഹൃദയം ഇതിനോടകം ദൈവത്തോട് തുറവിയുള്ളതായി മാറിയിരുന്നു. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ ജോസഫിനോട് സംസാരിക്കുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. വളരെ ശ്രദ്ധേയമായ വിശ്വാസത്തോടെ ജോസഫ് പ്രതികരിക്കുകയാണ്. അവൻ വാദിക്കുകയോ വൈകിപ്പിക്കുകയോ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. സുവിശേഷം വളരെ ലളിതമായി പറയുന്നു, ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ശിഷ്യത്വത്തെക്കുറിച്ച് ജോസഫ് നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. യഥാർത്ഥ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, അനുസരണത്തിലും പ്രകടമാണ്. എല്ലാം വ്യക്തവും സുഖകരവുമാകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് നമുക്കൊക്കെ എളുപ്പമാണ്. എന്നാൽ സാഹചര്യം നിഗൂഢവും അനിശ്ചിതത്വമായിരിക്കുമ്പോൾ പോലും യൗസേപ്പ് ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപകട സാധ്യത, തെറ്റിദ്ധാരണ, ത്യാഗം എന്നിവ ഉൾപ്പെട്ട ഒരു പാത യൗസേപ്പ് പിതാവ് സ്വീകരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത യാഥാർത്ഥ്യങ്ങളെ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ആശയക്കുഴപ്പങ്ങളും കാലതാമസങ്ങളും നിരാശയും അപ്രതീക്ഷിത വഴിത്തിരിവുകളും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. യോസേപ്പിനെ പോലെ ഒരുപക്ഷെ പിന്നോട്ട് പോകാനോ എളുപ്പവഴി സ്വീകരിക്കാനോ നമുക്കും പ്രലോഭനമുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ മുഴുവൻ ചിത്രവും കാണാതെ തന്നെ ദൈവത്തെ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അനുസരണത്തിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മിൽ ചെയ്യാൻ കഴിയുമെന്ന് വിശുദ്ധ യൗസേപ്പിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ, ഹൃദയത്തിന്റെ ശാന്തമായ ചലനങ്ങളിൽ ഒക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്. ചോദ്യം നാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവന്റെ ശബ്ദം കേൾക്കാൻ, അവനോട് പ്രതികരിക്കാൻ നാം തയ്യാറാണോ? ജോസഫിന്റെ നിശബ്ദമായ പ്രത്യുത്തരം, അതെ എന്ന പ്രത്യുത്തരം ചരിത്രത്തിന്റെ തന്നെ ഗതി മാറ്റിമറിച്ചു. മറിയത്തെ സ്വീകരിച്ചു, സംരക്ഷിച്ചു, യേശുവിന്റെ സംരക്ഷകനായി. ഇവിടെ ജോസഫ് പ്രസംഗിച്ചില്ല, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല, ആരുടെ അംഗീകാരവും തേടിയില്ല. എന്നിട്ടും അവന്റെ വിശ്വസ്തത അവനെ ദൈവിക പദ്ധതിയുടെ ഒരു അനിവാര്യ ഘടകമാക്കി എന്നുള്ളതാണ്. അതാണ് ജോസഫിന്റെ സൗന്ദര്യം. അവന്റെ മഹത്വം അവന്റെ എളിമയിലും അനുസരണത്തിലുമാണ്. ഈ സുവിശേഷത്തിലെ ഏറ്റവും ശക്തമായ വചനം ഇതാണ്: കർത്താവിന്റെ ദൂതൻ അവനോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. ഓരോ ദിവസവും ഉണർന്ന്, കർത്താവേ, ഇന്ന് ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യും എന്ന് പറയാൻ സാധിക്കട്ടെ. കാരണം വിശുദ്ധി എന്നത് ലോകദൃഷ്ടിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, അത് ഓരോ ദിവസവും ഉണർന്നെഴുന്നേറ്റ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ചെയ്യുന്നതിലാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവിക പദ്ധതികൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയ രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെളിവാകുന്നത് നമുക്ക് അനുഭവവേദ്യമാകും.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.